അവന്തിക, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ടെലിഗ്രാമിൽ മോശം രൂപത്തിൽ സംസാരിക്കുക, വാട്സപ്പിൽ സുഹൃത്തെന്ന പോലെ സംസാരിക്കുക, ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രീതി. സെറ്റ് ചെയ്ത് അയക്കുമ്പോൾ അതിൽ പിന്നീട് തെളിവായിട്ട് സ്ക്രീൻഷോട്ടുകൾ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെസ്സേജുകളാണ്. അപ്പൊ അയാൾ അത് ബുദ്ധിപൂർവ്വം തന്നെ കളിച്ച കളികൾ തന്നെയായിരുന്നു. അവന്തിക, ഒരു സംശയം. ഇപ്പോൾ ഇങ്ങനെ നമ്മളോട് മോശമായി സമീപിക്കുന്ന ഒരാളോട് നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിന് അവന്തിക രാഹുലുമായി ഒരു ബന്ധം സൂക്ഷിച്ചു? റിപ്ലൈ ചെയ്തത് കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറയാമോ? ഫോൺ കട്ട്. പിന്നീട് എനിക്ക് നിരന്തരമായി മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്തത്. അതെനിക്ക് ബാഡായി, പിന്നീട് വന്ന മെസ്സേജുകളൊന്നും തന്നെ എനിക്ക് ബാഡായിട്ടായിരുന്നില്ല. കാഷ്വൽ ആയിട്ടുള്ള ടോക്കിംഗ് മാത്രമായിരുന്നു. പിന്നീട് വാട്സപ്പിലും ഇയാൾ മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ മെസ്സേജുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണിച്ചത്. അതെ അതെ, ഈ വാനിഷ് മോഡിലൂടെ പോയ മെസ്സേജുകൾ കാണിക്കാൻ സാധിക്കില്ലല്ലോ ഇയാൾക്ക്. അവന്തികയെ കൊണ്ട് മറ്റാരോ ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്നതാണ് എന്ന രൂപത്തിലാണ് രാഹുൽ ഇത് അവതരിപ്പിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വെളിപ്പെടുത്തി സംസാരിച്ചത്. എന്നെ ആരും ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ എന്തിനാണ് രാഹുലിനെതിരെ അല്ല രാഹുലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്നൊരു മാധ്യമ പ്രവർത്തകൻ താങ്കളെ വിളിച്ചു ചോദിക്കുന്നു. താങ്കൾക്ക് അങ്ങനെയുണ്ടെങ്കിൽ പറയാൻ ധൈര്യമുണ്ടെന്നും മാധ്യമങ്ങളായാലും പോലീസിനോടായാലും ബന്ധപ്പെടാൻ തനിക്ക് അറിയാമെന്നും താങ്കൾ മറുപടിയും പറയുന്നു. അതിനുശേഷം ആ കാര്യം എന്തിനാണ് രാഹുലിന് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത്? അവന്തിക, അവന്തിക കേൾക്കാമോ? എനിക്ക് നിരന്തരമായ കോളുകൾ വരുന്ന കാരണം ഇത് കട്ടായി പോവുകയാണ്. അല്ലല്ല, ഞാൻ ചോദിച്ചത് താങ്കൾക്ക് ഈ വന്നിരിക്കുന്ന കോള്, ഈ റിപ്പോർട്ടർ കോള് പറയുന്നു, ഈ കാര്യങ്ങൾ താങ്കൾക്ക് ഭീഷണിയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. എനിക്കങ്ങനെ ഭീഷണിയുണ്ടെങ്കിൽ തനിക്ക് പ്രതികരിക്കാൻ അറിയാമെന്ന് താങ്കൾ മറുപടിയും പറയുന്നു. ഇതിനൊക്കെ ശേഷം എന്തിനാണ് ഈ കാര്യങ്ങൾ രാഹുലിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. എന്റെ അടുത്ത് സംസാരിച്ചു, ആ കോൾ എനിക്ക് വേണം, അത് എനിക്ക് ആവശ്യമുണ്ട് എന്ന് എന്റെ അടുത്ത്. അല്ല, അത് അദ്ദേഹത്തിന്റെ മറുപടി. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത് എന്തിനാണ് എന്നൊരു സംശയം, സ്വാഭാവികമായൊരു സംശയമാണ്. ഞാൻ ഭയപ്പെട്ടിരുന്നു. കേട്ടില്ല. ഭാഗത്തുനിന്ന് അയാളുടെ അണികളിൽ നിന്നും പ്രശ്നങ്ങൾ, അതായത് എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുന്ന ഭയപ്പെട്ട് തന്നെയാണ് ഞാൻ അത് അയാളെ അറിയിച്ചത്. എന്ത് തരം പ്രശ്നങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ? ഇവന് ഉൾപ്പെടെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ അയാൾക്ക് തന്നെ അത് അയച്ചു കൊടുത്തത്. ആരിൽ നിന്ന് ഭീഷണി? രാഹുലിന്റെ ആളുകളിൽ നിന്നോ രാഹുലിൽ നിന്നോ? അങ്ങനെ ഒരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? കാരണം നമ്മൾ ഇത്രയും, ഇയാൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമാണല്ലോ അത്തരത്തിലുള്ള ആളുകളെല്ലാം. ഇപ്പോഴും എനിക്ക് ആ ഒരു ന്യൂസ് വന്നതിന് ശേഷവും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് തരത്തിലാണ്? താങ്കൾ പോലീസിനെ സമീപിച്ചുകൂടി അങ്ങനെയാണെങ്കിൽ? ിലൂടെയാണ്, അവർക്കും പരിമിതിയുണ്ട്. പോലീസിനെ സമീപിക്കാൻ ശ്രമിച്ചോ? എന്താണ്, എനിക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുള്ളതാണ് പല വിഷയങ്ങൾ ഇങ്ങനെ സൈബർ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴും അവർ പറയുന്നത് ഈ ഫേക്ക് ഐഡികളാണ്. ഈ ഐഡികൾ നിയന്ത്രിക്കുന്നത് പല രാജ്യങ്ങളിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന ഐഡികളാണ്. അപ്പൊ അവർക്കും കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ്. സൈബർ അന്വേഷണങ്ങളൊക്കെ വളരെ പതുക്കെയാണ്, കാര്യം സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ടത് ഗുരുതരമായ ആരോപണമാണല്ലോ. അതിൽ നിയമ നടപടി ആലോചിക്കുന്നുണ്ടോ? നടപടി സ്വീകരിക്കണമെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ല, സ്വീകരിക്കാൻ തീരുമാനം ഇപ്പോൾ ഇല്ല. പ്പെട്ട ആളുകളായിട്ട് എനിക്ക് വക്കീലുമായിട്ട് കൂടി ആലോചിക്കണം. കാരണം ഇതിനൊരു എവിഡൻസ് ഇല്ലാത്ത രീതിയിലാണ്, എവിഡൻസ് നശിപ്പിക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എനിക്ക് ബന്ധപ്പെട്ട വക്കീലുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ, കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. ഈ ചാറ്റുകൾ നടന്ന എക്സാക്ട് ഡേറ്റുകൾ ഓർമ്മയുണ്ടോ? ജൂൺ ജൂലൈക്കൊക്കെ മുന്നെയാണ്. ജൂൺ ജൂലൈക്ക് മുന്നേ. അതിനുശേഷം ഓഗസ്റ്റിലാണ് ഈ പറയുന്ന ഈ റിപ്പോർട്ടർ വിളിച്ചു ചോദിച്ചത് അല്ലേ? റിപ്പോർട്ടർ വിളിച്ച് ചോദിക്കുന്നത്. ശരി, വളരെ നന്ദി അവന്തിക പ്രതികരിച്ചതിന്.
ടെലിഗ്രാമിലുള്ള സന്ദേശങ്ങളാണ്, അത് തെളിവുകളായി ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസ് കേസ് നിൽക്കുമോ എന്നുള്ള ഭയമാണ് തനിക്കെന്നാണ് അവന്തിക പറയുന്നത്.